ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ക്യാരറ്റ് തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. തോരൻ പല രീതിയിലും നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. പിന്നെ ക്യാരറ്റിൻ്റെ സീസൺ ആകുമ്പം ക്യാരറ്റിന് കുറച്ച് മധുരമൊക്കെ കാണും. അന്നേരം അതനുസരിച്ച് നമ്മൾ എരിവ് ചേർത്ത് വേണം തയ്യാറാക്കാൻ. ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ക്യാരറ്റിൻ്റെ തോരൻ തയ്യാറാക്കാൻ വേണ്ടി 2 ക്യാരറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചുരണ്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ആദ്യമേ നമുക്ക് ഇതിൻ്റെ അറ്റം കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ചേർക്കും കേട്ടോ. കത്തി കൊണ്ട് ഇങ്ങനെ എളുപ്പമാണ് എനിക്ക്. പീലർ വെച്ച് നമുക്ക് ചെയ്യാം. രണ്ട് ക്യാരറ്റും ചുരണ്ടി കഴുകി കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈ കുറച്ച് വലിപ്പമുള്ള ഹോൾസിൻ്റെ എടുത്തിരിക്കുന്നത്. അന്നേരം കുറച്ച് വലിപ്പത്തിൽ കിട്ടും. നമുക്ക് വളരെ ചെറുതായിട്ട് വേണമെങ്കിലും ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്കിത് കൈകൊണ്ട് വേണമെങ്കിലും ഇത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തോരൻ തയ്യാറാക്കാം. ഇനി നമുക്കിത് ഓരോ പീസ് എടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് വലിപ്പമുള്ള പീസാട്ടോ, നീളത്തിലുള്ള പീസ്. ക്യാരറ്റ് രണ്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കോക്കനട്ട്. ഇനി അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കിയാൽ. ഇങ്ങനെ തയ്യാറാക്കി നോക്ക്. 2 പച്ചമുളക് ഓടിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. തേങ്ങ മിക്സിക്കകത്ത് 2 കറക്ക് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം. കടുകും ജീരകവും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 വറ്റൽമുളക് 2ആയി മുറിച്ചത് ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂക്കണം. മുളകും കറിവേപ്പിലയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി കൂടുതലൊന്നും വാടണ്ട, കുറച്ചൊന്ന് വാടിയാൽ മതി. ഇനി നമുക്കതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കുക. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. കൂടുതൽ വെന്ത് പോകണ്ട. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. വേണ്ട, റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത ആ മസാലയുടെ എല്ലാം കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.